പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചാണ്. നമുക്കറിയാം 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസ് ഓഗസ്റ്റ് 2 അവസാനിച്ചിരിക്കുകയാണെന്നറിയാം. 23ാമത് എഡിഷൻ ആയിരുന്നു. ആദ്യത്തെ എഡിഷൻ എന്ന് പറയുന്നത് 1930 ആരംഭിക്കുന്നത് അല്ലെ. കാനഡയിലെ ഹാമിൽട്ടണിലായിരുന്നു ആദ്യത്തെ എഡിഷൻ. കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യത്തെ എഡിഷൻ കാനഡയിലെ ഹാമിൽട്ടണിലായിരുന്നു നടന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഈ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ചോദിക്കാം. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്, അല്ല ഡിഗ്രി മെയിൻസിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്, അതുപോലെ അടുത്ത വർഷത്തെ LDCയുടെ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇതിനെല്ലാം സ്പോർട്സ് വിഭാഗത്തിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഇന്ത്യ ഇത്തവണ 39 മെഡലാണ് കരസ്ഥമാക്കിയെന്ന് നിങ്ങൾ പത്രമാധ്യമങ്ങളിലോ അല്ലെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു ക്ലാസ് കൊണ്ട് തീരില്ല, കുറേയധികം വസ്തുതകൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം കോമൺവെൽത്ത് നേഷൻസ് എന്താണെന്ന് അറിയണം അല്ലെ. കോമൺവെൽത്ത് നേഷൻസ് എങ്ങനെയാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് രൂപീകൃതമാകുന്നത്, അതുപോലെ തന്നെ കോമൺവെൽത്ത് നേഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് കോമൺവെൽത്ത് നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും, പണ്ട് ബ്രിട്ടീഷ് കോളനി ആയിരുന്നതോ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നതോ ആയ സ്വതന്ത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെട്ടിരുന്നതാണ് കോമൺവെൽത്ത് നേഷൻ, കോമൺവെൽത്ത് ഓഫ് നേഷൻസ് അഥവാ കോമൺവെൽത്ത് രാജ്യങ്ങൾ. ഒരിക്കൽ കൂടി എങ്ങനെ പറയാം, പണ്ട് ബ്രിട്ടീഷ് കോളനി ആയിരുന്നതോ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നതോ ആയ സ്വതന്ത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെട്ടിരുന്നതാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളും പിന്നീട് ചേർന്ന ചില രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്വമേധയാ രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന. നിലവിൽ ഇതിനകത്ത് 56 അംഗരാജ്യങ്ങളുണ്ട്. ഓർത്തിരിക്കണം, കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ നിലവിൽ 56 അംഗരാജ്യങ്ങളുണ്ട്. ഇന്ത്യയും അതിലുണ്ട് അല്ലെ. 1934 കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും റിപ്പബ്ലിക് ആയതിനു ശേഷവും ഇന്ത്യ കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ അംഗമാണ്. ഓക്കെ, ഓർത്തിരിക്കണം ഇത്രയും പോയിന്റ്സ് ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഇനി ഇതിനകത്ത് മറ്റ് വസ്തുതകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷ് കോളനികളെയും അതിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു പ്രദേശങ്ങളെയും ചേർത്ത് ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്നൊരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്ന വർഷം അറിഞ്ഞിരിക്കണം 1926 1926 കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് ഇതിനെ അറിയപ്പെട്ടിരുന്ന പേര് എങ്ങനെയായിരുന്നു അറിയോ നിങ്ങൾക്ക്? ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തുടക്കത്തില് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലണ്ടൻ ആണ് ഇതിന്റെ ആസ്ഥാനം. ഈ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം ലണ്ടനാണ്. നിലവിലെ ചാൾസ് മൂന്നാമൻ രാജാവാണ് കോമൺവെൽത്തിന്റെ തലവൻ. ഇതൊരു പ്രതീകാത്മക പദവിയാണ്. എല്ലാ അംഗരാജ്യങ്ങളുടെയും ഭരണാധികാരികൾ എന്ത് ചെയ്യാവില്ല, ഹെഡ് ഓഫ് കോമൺവെൽത്ത് ആകില്ല, അല്ലെങ്കിൽ കോമൺവെൽത്തിന്റെ തലവനാകില്ല. അപ്പോൾ നിലവിലെ ആസ്ഥാനം നിങ്ങൾക്കറിയാം ലണ്ടനാണ്. യുണൈറ്റഡ് കിങ്ഡം ഇതിന്റെ ആധുനിക രൂപം നിലവിൽ വന്നത് 1949 അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അംഗരാജ്യങ്ങളുടെ നയപരമായ വികസനത്തില് സഹായിക്കുക, ഉപദേശങ്ങൾ നൽകുക, സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തില് സർക്കാരുകൾക്ക് താങ്ങാവുക, അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് ഇവയുടെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അംഗരാജ്യങ്ങൾ തമ്മിൽ സൗഹൃദവും സഹകരണവും വർദ്ധിപ്പിക്കുക, ജനാധിപത്യം, മനുഷ്യാവകാശം, നിയമവാഴ്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസം, വ്യാപാരം, യുവജന വികസനം, കായിക രംഗം എന്നിവയിൽ സഹകരണം ഉറപ്പാക്കുക. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഈ കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇതിനകത്തെ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് പോകുകയാണ്. അതിനു മുമ്പ് നമ്മൾ 1-2 കാര്യങ്ങളും കൂടി ഈ കോമൺവെൽത്ത് നേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന 1947 1950 റിപ്പബ്ലിക് ആയതിനു ശേഷവും കോമൺവെൽത്തിൽ അംഗമായി തുടരാനൊക്കെ ഇന്ത്യ തീരുമാനിച്ചെന്നറിയാം. അപ്പൊ നിലവിലെ വിവിധ
ഭൂഖണ്ഡങ്ങളിൽ നിന്നായിട്ട് 56 സ്വതന്ത്ര രാജ്യങ്ങളാണ് കോമൺവെൽത്ത് നേഷൻസില് എന്ത് ചെയ്യുന്നത്, പങ്കാളിത്തം വഹിക്കുന്നതെന്ന് പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള ബോട്സ്വാന, കാമറൂൺ, ഘാന, കെനിയ എന്നിവ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യയും, അതുപോലെ തന്നെ കോമൺവെൽത്തിന് കാരണക്കാരായതാരാ, ഇംഗ്ലണ്ട് ആണെന്നറിയാല്ലേ. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവയ്ക്കൊപ്പം സൈപ്രസ്, മാൾട്ടയും യൂറോപ്പിൽ നിന്നുള്ള പ്രധാന അംഗങ്ങളാണ്. ഇത് കൂടാതെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പപ്പുവ ന്യൂഗിനിയൊക്കെ മറ്റ് പ്രധാനപ്പെട്ട കോമൺവെൽത്തിലെ രാജ്യങ്ങളാണ്. ഇനി നമ്മളാണ് കോമൺവെൽത്ത് ഗെയിംസിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിലെ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. ആദ്യമായിട്ട് ഇന്ത്യ പങ്കെടുക്കുന്നത് 1930 ആദ്യ ഗെയിംസ് ആരംഭിക്കുന്നെങ്കിൽ പോലും അത് കാനഡയിലെ ഹാമിൽട്ടണിലായിരുന്നു. രണ്ടാമത്തെ ഗെയിംസിലാണ്, അതായത് ഇംഗ്ലണ്ടിലെ കോമൺവെൽത്ത്, ലണ്ടനിലെ കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഒക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കോമൺവെൽത്ത് ഗെയിംസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോ 4 വർഷത്തിൽ ഒരിക്കലാണ് അല്ലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ 4 വർഷം കൂടുമ്പോഴും സംഘടിപ്പിക്കുന്ന കായിക മാമാങ്കമാണ് എന്ത്, കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു എന്നതിന്റെ ചരിത്രപരമായിട്ടുള്ള തെളിവാണ് ഈ കോമൺവെൽത്ത് ഗെയിംസിൽ എന്താണ് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ. അതായത് ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആ രാജ്യങ്ങൾ പാലിക്കേണ്ട ഒരേ ഒരു നിബന്ധനയാണ് എന്തായിരുന്നു, ബ്രിട്ടീഷ് കോളനി ആയിരുന്നു എന്നുള്ളത്. ഈ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു എന്നതിന്റെ ചരിത്രപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കോമൺവെൽത്തിൽ 56 രാജ്യങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ 72 ടീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. തിരിഞ്ഞു പോകരുത്. 56 രാജ്യങ്ങളാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസിലുള്ളത്. എന്നാൽ ഗെയിംസിൽ 72 ടീമുകളാണ് പങ്കെടുക്കുന്നത്. മറ്റ് രാജ്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ചില പ്രദേശങ്ങൾക്ക് സ്വതന്ത്ര സംഘാംഗമായി മത്സരിക്കാനുള്ള അവസരം ഈ ഗെയിംസിലുണ്ട്. അതുകൊണ്ടാണ് 72 ടീമുകൾ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, 88 വർഷങ്ങൾക്ക് മുമ്പ്, 88 ഇയേഴ്സിന് മുമ്പ് 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് അരങ്ങേറിയത്. എവിടെയാണ്? കാനഡയിലെ ഹാമിൽട്ടണിലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഉൾപ്പെടാം. നമ്മൾ ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേരുകളൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നാം ആദ്യം എത്തുക ഒരു ഓസ്ട്രേലിയക്കാരനിലാണ്. ആ ഓസ്ട്രേലിയക്കാരന്റെ പേര് അറിഞ്ഞിരിക്കണം, ജോൺ ആസ്ലി കൂപ്പർ എന്നാണ്. എന്താണ്? ജോൺ ആസ്ലി കൂപ്പർ. 1891 ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന മാസികയിൽ ഈ ജോൺ ആസ്ലി കൂപ്പർ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന ആശയം തന്നെ മുള പൊട്ടുന്നത്. അപ്പോൾ ഈ കോമൺവെൽത്ത് ഗെയിംസിന് കാരണക്കാരനായ വ്യക്തിയെ അറിഞ്ഞിരിക്കണം, ഓസ്ട്രേലിയക്കാരനായ ജോൺ ആസ്ലി കൂപ്പറാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ കായിക താരങ്ങളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കായികമേള എന്ന ആശയത്തിന് വളരെയധികം പ്രചാരം എന്ത് ചെയ്യുന്നുണ്ട്, അക്കാലത്ത് ലഭിക്കുന്നുണ്ട്. എന്നാൽ കൂപ്പറുടെ ആശയം സാക്ഷാത്കരിക്കാൻ നമുക്കറിയാം പിന്നീട് ഒട്ടേറെ വർഷങ്ങൾ വേണ്ടി വന്നു. അതിൽ ഓർത്തിരിക്കണം, ഈ കൂപ്പറുടെ, അതായത് ഓസ്ട്രേലിയക്കാരനായ ജോൺ ആസ്ലി കൂപ്പറുടെ ആഗ്രഹം സാഫല്യത്തിലെത്തുന്നത്, ഓർത്തിരിക്കണം, മെൽവിൻ മാർസ് റോബിൻസൺ. എന്താണ് പേര്? മെൽവിൻ മാർസ് റോബിൻസൺ എന്ന കനേഡിയൻ സ്പോർട്സ് ജേർണലിസ്റ്റിന്റെ വരവോടെയാണ്. കനേഡിയൻ സ്പോർട്സ് ജേർണലിസ്റ്റായ മെൽവിൻ മാർസ് റോബിൻസന്റെ വരവോടെയാണ്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ കനേഡിയൻ ടീമിനോടൊപ്പം ആംസ്റ്റർഡാമില് ഒളിമ്പിക്സ് നടക്കുന്നുണ്ട് 1928. ഈ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ കനേഡിയൻ ടീമിനൊപ്പം ഹാമിൽട്ടൺ സ്പെക്ടേറ്റർ എന്ന പത്രത്തിന്റെ റിപ്പോർട്ടറായിട്ട് ആരുമുണ്ടായിരുന്നു? ഈ മെൽവിൻ മാർക്ക് റോബിൻസണും ഉണ്ടായിരുന്നു. അങ്ങനെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിനിടയിൽ
കനേഡിയൻ ടീമിനോടുള്ള അധികൃതരുടെ വിവേചനപരമായ സമീപനം റോബിൻസനെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പത്ര റിപ്പോർട്ടറായി പോവുകയാണ്. കനേഡിയൻ സ്പ്രിന്ററായ പേഴ്സി വില്യംസ് 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഒളിമ്പിക് അധികൃതർ, അന്ന് നിങ്ങൾക്കറിയാം വർണ്ണവിവേചനമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ഒളിമ്പിക് അധികൃതർ മെഡൽ ദാന ചടങ്ങ് എന്ത് ചെയ്തു? വൈകിപ്പിച്ചു. ട്രാക്കുകളിൽ അമേരിക്കൻ താരങ്ങൾക്ക് മാത്രം പരിശീലനം അനുവദിച്ചിരുന്നു. ഇതൊക്കെ റോബിൻസനെ പുതിയ കായികമേളയുടെ സാക്ഷാത്കാരത്തിന് വേഗത്തിൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ എല്ലാം ചേർത്ത് ഒരു കായികമേള നടത്തുക എന്ന ചിന്തയാണ് ആര് മുന്നോട്ട് വെച്ചത്? മെൽവിൻ മാർക്ക് റോബിൻസൺ മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് കാനഡയിലെ ഹാമിൽട്ടൺ നഗരത്തിൽ ഗെയിംസ് നടത്താനുള്ള ഒരുക്കങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും റോബിൻസൺ നടത്തുകയും സ്വിമ്മിംഗ് പൂളും സ്റ്റേഡിയവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം റോബിൻസന്റെ നേതൃത്വത്തിൽ അവിടെ വികസിപ്പിക്കുകയും ഒളിമ്പിക്സിൽ അന്നേവരെയും എതിരഭിപ്രായങ്ങളില്ലാതിരുന്ന ബ്രിട്ടൻ പക്ഷേ എന്ത് ചെയ്തു? റോബിൻസന്റെ തന്ത്രപരമായ നീക്കങ്ങളിൽ ആവേശം കൊള്ളുകയും ഗെയിംസിൽ അങ്ങനെ പങ്കെടുക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് കനേഡിയൻ സ്പോർട്സ് ജേർണലിസ്റ്റായ മെൽവിൻ മാർക്സ് റോബിൻസന്റെ ആവേശകരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് 1900 ആരാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നത്? വേരുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ മാസികയിൽ ലേഖനം എഴുതിയ ജോൺ ആസ്ലി കൂപ്പറെ കുറിച്ച് മറന്നു പോകരുത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് ആർക്ക് പ്രചോദനമായി തീർന്ന കനേഡിയൻ സ്പോർട്സ് ജേർണലിസ്റ്റായ മെൽവിൻ മാർക്സ് റോബിൻസന് പ്രചോദനമായി തീരുകയും 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സില് കനേഡിയൻ ടീം പങ്കെടുത്തപ്പോൾ നേരിട്ട വിവേചനത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും അതിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടാണ് അദ്ദേഹം 1930 അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് എത്തപ്പെടുന്നത്. 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ് ഒന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ഓഗസ്റ്റ് 16 മുതൽ 23 വരെ അരങ്ങേറുന്നത്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ്, റീസെന്റ് ചോദിച്ചതാണ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അപ്പോൾ 11 രാജ്യങ്ങളും വിവിധ ഭൂപ്രദേശങ്ങളുമാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത്. 11 രാജ്യങ്ങളും വിവിധ ഭൂപ്രദേശങ്ങളും 400 മത്സരാർത്ഥികളാണ് വിവിധ ഇനങ്ങളായിട്ട് പങ്കെടുത്തത്. 400 മത്സരാർത്ഥികളായിരുന്നു. അന്ന് കനേഡിയൻ അത്ലറ്റായ ഗോർഡൻസ് മെല്ലക്കോം ട്രിപ്പിൾ ജമ്പിലൂടെ ആദ്യ സ്വർണ്ണ മെഡൽ. അപ്പോൾ ആദ്യത്തെ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്ന 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ നടന്ന ഗെയിംസില് ആദ്യ സ്വർണം അണിയുന്നത് ഓർത്തിരിക്കണം. കനേഡിയൻ അത്ലറ്റായ ഗോൾഡൻസ് മെല്ലക്കോം ട്രിപ്പിൾ ജമ്പിലൂടെ ആദ്യ സ്വർണ്ണ മെഡൽ. ആ പേര് അറിഞ്ഞിരിക്കണം. കനേഡിയൻ അത്ലറ്റാണ്, ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കാം. ഈ കനേഡിയൻ അത്ലറ്റായ ഗോർഡൻസ് മെല്ലക്കോം ആണ് ട്രിപ്പിൾ ജമ്പിലൂടെ ആദ്യ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഗെയിംസ് കാനഡയിലെ ഹാമിൽട്ടണിലായിരുന്നു പറഞ്ഞു. ഹാമിൽട്ടൺ ഗെയിംസിൽ 6 കായിക ഇനങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അത്ലറ്റിക്സ്, ബോക്സിങ്, ലോൺ ബോൾസ്, റോവിങ്, സ്വിമ്മിങ്, റെസ്ലിംഗ്. ഓക്കെ, അപ്പോൾ 25 സ്വർണവും 23 വെള്ളിയും 13 വെങ്കലവും അടക്കം 61 മെഡലുകളോടെയാണ് ഇംഗ്ലണ്ട് ആദ്യ ഗെയിംസിലെ വിജയികളായി മാറുന്നത്. അത് കൂട്ടി അറിഞ്ഞിരിക്കണം. 1930 ആദ്യ ഗെയിംസിലെ വിജയി ആരായിരുന്നു? ഇംഗ്ലണ്ടാണ്. ആദ്യ സ്വർണം കരസ്ഥമാക്കിയത് ആതിഥേയരായ കാനഡയായിരുന്നു. അപ്പോൾ ഇതിന് പിന്നീട് പെരുമാറ്റമൊക്കെ സംഭവിച്ചു അല്ലേ? ഈ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് 1930 മുതൽ 1950 വരെ അറിയപ്പെട്ടിരുന്നു. 1954 മുതൽ 1966 വരെ ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ്. ഈ ഗ്യാപ്പ് വരുന്നത് 50 കഴിഞ്ഞ പിന്നെ 54 എന്ന് പറയുമ്പോൾ ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നിങ്ങൾക്കറിയാം കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്
വർഷം ഇങ്ങനെ പറയുന്നത്. 1954 മുതൽ 1967-66 വരെ ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1970 മുതൽ 74 കാലയളവ് വരെ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് എന്നും 78 മുതലാണ് ഇന്നത്തെ രൂപമായ കോമൺവെൽത്ത് ഗെയിംസ് എന്നും അറിയപ്പെട്ടിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നമ്മുടെ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗെയിമാണ് 1934 കോമൺവെൽത്ത് ഗെയിംസ്. ഇതിൽ ഓർത്തിരിക്കണം, ഈ കോമൺവെൽത്ത് ഗെയിംസിലും ഇംഗ്ലണ്ടാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. ഇതിന്റെ വേദി 1934 വേദി ആദ്യം നിശ്ചയിച്ചിരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആയിരുന്നു. ഈ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആയിരുന്നു ആദ്യ ഗെയിംസിന് 1934 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. ഓർത്തിരിക്കണം, ആഫ്രിക്കൻ ഏഷ്യൻ മത്സരാർത്ഥികൾക്കിടയിൽ സംഭവിച്ചേക്കാവുന്ന വംശീയമായ പ്രതിസന്ധികളെ മുന്നിൽ കണ്ടാണ് അധികൃതർ എന്ത് ചെയ്തത്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്ന് എവിടേക്ക് മാറ്റിയത്? ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് മാറ്റിയത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ ആദ്യം അത്ലറ്റിക്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലെ? അത്ലറ്റിക്സ് ഇനങ്ങൾ മാത്രമായിരുന്നു 1930-ലെയും 34-ലെയും കോമൺവെൽത്തിലെ ഗെയിംസിലൊക്കെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അതിന്റെ പേര് മാറ്റമൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ വർഷങ്ങളിലാണ് പേര് മാറ്റം വന്നത്? ഓർത്തിരിക്കണം, 1938-ലെ മൂന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് എന്തുകൂടെ അരങ്ങേറിയത്? ഗെയിംസും കൂടി അരങ്ങേറിയത്. ഗെയിംസും കൂടി മൂന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ്. ഓക്കെ, ആദ്യം 1938-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് മെഡൽ ഒന്നും ലഭിക്കുന്നില്ല. ഓക്കെ, 1938-ലെ കോമൺവെൽത്ത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ഗെയിംസ് വിഭാഗം അരങ്ങേറി. ഓക്കെ, അന്ന് ഓസ്ട്രേലിയയാണ് 1-ാം സ്ഥാനം. 1938-ലെ ഗെയിംസ് ഇനങ്ങളും കൂടി അരങ്ങേറിയ കോമൺവെൽത്ത് ഗെയിംസിൽ ഓസ്ട്രേലിയയാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. 1ഉം 2ഉം കോമൺവെൽത്ത് ഗെയിംസിൽ ഇംഗ്ലണ്ടാണ് കരസ്ഥമാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ അരങ്ങേറ്റം നടന്നത് രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ് 1934. ആ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡലുകളൊക്കെ കരസ്ഥമാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാം. അപ്പോൾ ഇനി കോമൺവെൽത്ത് മുദ്രയെ കുറിച്ചൊന്നും കൂടി നമുക്ക് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗികമായ മുദ്ര വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. വി ആകൃതി, നമ്മളറിയില്ലേ, വിന്നറൊക്കെ ആകുമ്പോൾ വി ആകൃതിയിലൊക്കെ നമ്മൾ വിരൽ കാണിക്കില്ല. വി ആകൃതിയിൽ 3 മുദ്രകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈകൾ മുകളിലേക്ക് ഉയർത്തി വിജയം ആഘോഷിക്കുന്ന അത്ലറ്റിനെ കാണിക്കുന്നതാണ് കോമൺവെൽത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോമൺവെൽത്തിന്റെ ആപ്തവാക്യം അറിഞ്ഞിരിക്കണം, ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി. എന്താണ് ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി എന്നിവയാണ് എന്താണ് കോമൺവെൽത്തിന്റെ ആപ്തവാക്യം. നമുക്കറിയാം 2010-ലെ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ ഇന്ത്യ അരങ്ങേറ്റം കുറിച്ച കോമൺവെൽത്ത് ഗെയിംസ് ആണ്. 2010-ലെ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് അത് ന്യൂഡൽഹിയിലാണ് നടന്നത്. അപ്പോൾ ഇന്ത്യ അരങ്ങേറ്റമല്ല, ഇന്ത്യ ആതിഥേയരാവുന്ന കോമൺവെൽത്ത് ഗെയിംസ്. ഇനി ഇന്ത്യയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 1934 അത് ലണ്ടനിൽ നടന്ന കോമൺവെൽത്ത്, ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. ഇന്ത്യക്ക് ആദ്യത്തെ മെഡൽ കരസ്ഥമാക്കുന്നത് ഓർത്തിരിക്കണം റാഷിദ് അൻവറിലൂടെയാണ്. ഗുസ്തിയിലൂടെ റാഷിദ് അൻവറിലൂടെയാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു മെഡൽ കോമൺവെൽത്തിൽ, ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ മെഡൽ സ്വന്തമാക്കുന്ന. കേവലം 6 അത്ലറ്റുകളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 1934 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. അറിഞ്ഞിരിക്കണം, ആദ്യ മെഡൽ റാഷിദ് അൻവറിലൂടെയാണ്, ഗുസ്തിയിലൂടെയാണ് സ്വന്തമാക്കുന്നത്. അത്ലറ്റിക്സ്, സ്പ്രിന്റ്, ഹഡിൽസ്, ജമ്പിംഗ് ത്രോ എന്നിവ ഉൾപ്പെടെ 10 ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലാണ് ഇന്ത്യ മത്സരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഗ്യാൻ പ്രകാശ് ബല്ല, ജഹാംഗീർ ഖാൻ, നിരഞ്ജൻ സിംഗ്, അബ്ദുൽ സഫീർ ഖാൻ ഇവരായിരുന്നു അത്ലറ്റ് വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. നമുക്കറിയാം 4x110 യാർഡ് റിലേയിൽ ഇന്ത്യക്ക് ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ പറ്റും.
മെഡൽ പട്ടികയിൽ ഇന്ത്യ അന്ന് 12ാം സ്ഥാനത്തായിരുന്നു ആദ്യത്തെ അരങ്ങേറ്റ കോമൺവെൽത്ത് ഗെയിംസിൽ. ഇനി ഓർത്തിരിക്കണം 1958 കോമൺവെൽത്ത് ഗെയിംസിലാണ്. അത് വെയിൽസിലെ കാർഡിഫിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസ് ആണ് 1958 വെയിൽസിലെ കാർഡിഫിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസ്. അപ്പൊ ഇന്ത്യയുടെ പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗ്, ഇന്ത്യയുടെ പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗ് ആണ് ഇന്ത്യക്ക് സുവർണ നേട്ടം ആദ്യമായി സമ്മാനിക്കുന്നത്. അപ്പോ 440 യാർഡ് ഓട്ടത്തിൽ 46.6 ഫിനിഷിംഗ് നടത്തിയാണ് ആര് ചരിത്രം സൃഷ്ടിച്ചത്? ഇന്ത്യയുടെ പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1958 വെയിൽസിലെ കാർഡിഫിൽ വെച്ച് നടന്ന ഗെയിംസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സ്വർണ്ണ മെഡല് കരസ്ഥമാക്കിയത്. നമുക്കറിയാം 1938 കോമൺവെൽത്ത് ഗെയിംസ്. 1938 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ്. 1954 ഗെയിംസിലുമാണ് ഇന്ത്യക്ക് ഒരു മെഡൽ പോലും നേടാൻ കഴിയാതിരുന്നത്. അതായത് ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത് എഡിഷനാണ്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്ന 1930 തുടക്കം കുറിച്ച കാനഡയിലെ തുടക്കം കുറിച്ച കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നില്ല. അതുകൂടാതെ ഇന്ത്യ വിട്ടുനിന്ന കോമൺവെൽത്ത് ഗെയിംസുകളാണ് 1950 ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ നടന്നതും 1962 ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്നതും 1986 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ നടന്നതുമായിട്ടുള്ള 3 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നാണ് ഇന്ത്യ വിട്ടുനിന്നത്. അങ്ങനെ ടോട്ടൽ 4 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നാണ് ഇന്ത്യ പങ്കെടുക്കാതിരുന്നത്. 1934 ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. 1930 ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ 19ാമത് ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് 23ാമത്തെ എഡിഷനായ ഇപ്പോൾ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്നത്. ഓക്കെയാണ്. ഇനി നമ്മൾ അതിന്റെ ബാക്കിയുള്ള പോയിന്റുകളിലേക്കൊക്കെ പോകണം. ബാക്കിയുള്ള പോയിന്റുകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേയധികം വസ്തുതകൾ ഇപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. ഇന്ത്യയുടെ ശക്തമായ ഇനങ്ങളാണ് വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഷൂട്ടിങ്ങും, അതുപോലെ ബാഡ്മിന്റണും ബോക്സിങ്ങും ഗുസ്തിയും. കാരണം ഒരുപാട് മെഡൽ പ്രതീക്ഷയുള്ള ഇനങ്ങളാണ് ഇന്ത്യയുടെ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2010 കോമൺവെൽത്ത് ഗെയിംസ് എന്ന് നിങ്ങൾക്കറിയാം, ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഗെയിംസിലെ മലയാളി തിളക്കമൊക്കെ ഉണ്ട്. ഈ ഗെയിംസിലെ മലയാളി തിളക്കത്തിലേക്ക് പോകുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസിലെ മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് ആദ്യ മലയാളി, എക്സാമിന് ചോദിക്കും, കോമൺവെൽത്തിൽ മെഡൽ നേടിയ ആദ്യ മലയാളി സുരേഷ് ബാബു ആണ്. ആരാണ്? സുരേഷ് ബാബു ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് മെഡൽ നേടുന്ന മലയാളി. ആരാണ്? സുരേഷ് ബാബു. 1978 എഡ്മോണ്ടൺ ഗെയിംസിലാണ്. ആ എഡ്മോണ്ടൺ ഗെയിംസിലെ ലോങ് ജമ്പിലായിരുന്നു നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുന്ന കോമൺവെൽത്ത് മെഡൽ നേടിയ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ബാബു ആണ്. ലോങ് ജമ്പിലായിരുന്നു. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി വനിത എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മേഴ്സിക്കുട്ടനാണ് കോമൺവെൽത്ത് ഗെയിംസിലെ ആദ്യമായി പങ്കെടുത്ത മലയാളി വനിത. 1982 ഓസ്ട്രേലിയയിൽ നടന്ന ഗെയിംസിൽ എന്ത് ചെയ്ത് മേഴ്സിക്കുട്ടൻ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഇനി അത്ലറ്റിക്സിൽ ആദ്യമായി മെഡൽ നേടിയ മലയാളി ആരാണ്? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അഞ്ജു ബോബി ജോർജ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ആദ്യമായി മെഡൽ നേടുന്ന മലയാളി അഞ്ജു ബോബി ജോർജ് ആണ്. 2002 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന ഗെയിംസ് ലോങ് ജമ്പിലായിരുന്നു അഞ്ജു ബോബി ജോർജ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. നേട്ടം വെങ്കല മെഡലിലൂടെ കരസ്ഥമാക്കുന്ന അത്ലറ്റിക്സിൽ ആദ്യമായി മെഡൽ നേടിയ മലയാളിയാണ് അഞ്ജു ബോബി ജോർജ്. 2002 മാഞ്ചസ്റ്ററിൽ നടന്ന ഗെയിംസിലെ ലോങ് ജമ്പിലായിരുന്നു. അതും കൂടി അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. മിൽഖാ സിംഗിന് ശേഷം നമുക്കറിയാം 1958 വെയിൽസിലെ കാർഡിഫിൽ വെച്ച് നടന്ന ഗെയിംസിലാണ് ഇന്ത്യക്ക് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗിലൂടെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ?
മിൽഖാ സിംഗിന് ശേഷം ഗെയിംസിൽ 400 മീറ്റർ ഓട്ടത്തിൽ ഫൈനൽ കടന്ന മലയാളി ആരായിരുന്നു? നമ്മുടെ മുഹമ്മദ് അനസ് ആയിരുന്നു അല്ലെ. അത് 2018 ഗെയിംസിലായിരുന്നു താരത്തിന്റെ ചരിത്ര പ്രകടനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ മുഹമ്മദ് അനസ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയായിരുന്നു. മിൽഖാ സിംഗ് സ്വർണ്ണ മെഡലായിരുന്നു 1958 2018 ഗെയിംസില് മുഹമ്മദ് അനസ് വെങ്കല മെഡൽ കരസ്ഥമാക്കി അല്ലെ. ഇത് കൂടാതെ PT ഉഷ, ഷൈനി വിൽസൺ, MD വത്സമ്മ എന്നിവരൊക്കെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാനാകാതെ പോയ താരങ്ങളാണ്. ഓർത്തിരിക്കണം. പ്രസ്താവനാ തരത്തില് ഒരു പക്ഷേ ഇവർക്കൊക്കെ മെഡൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ തരാം. PT ഉഷയും ഷൈനി വിൽസണും MD വത്സമ്മ എന്നിവരൊക്കെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തിട്ടില്ല. ഓക്കെ ആണല്ലോ. മലയാളി താരങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി കോമൺവെൽത്ത് ഗെയിംസിലെ റെക്കോർഡുകളൂടെ ഒന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് 2022 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് ചെറിയൊരു വിവരണത്തോടു കൂടി നമ്മുടെ 2026 23ാമത്തെ എഡിഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റെക്കോർഡുകളിലേക്ക് പോവുകയാണെങ്കിൽ ഗെയിംസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേട്ടവുമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഇപ്പോഴും ഓസ്ട്രേലിയയാണ് 2026 ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ കരസ്ഥമാക്കിയത് അല്ലേ. ഗെയിംസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേട്ടവുമായി 1ാം സ്ഥാനം നിൽക്കുന്ന ആരാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഈ 2022 വരെയുള്ള കണക്കുകൾ പ്രകാരം, 26 അല്ല 2022 വരെയുള്ള കണക്കുകൾ പ്രകാരം 1001 സ്വർണവും 832 വെള്ളിയും 763 വെങ്കലവുമായി 2022 കണക്ക് പ്രകാരം 2596 മെഡലുകളാണ് ഓസ്ട്രേലിയ ഉള്ളത്. അതിൽ ഓർത്തിരിക്കണം, ഓസ്ട്രേലിയയുടെ എമ്മ മക്കിയനാണ് മെഡലുകളുടെ നേട്ടത്തില് 1ാം സ്ഥാനത്തുള്ളത്. 22 വരെയുള്ള കണക്കില് 14 സ്വർണ്ണമടക്കം 20 മെഡലുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് 2014 മുതൽ 22 വരെയുള്ള കോമൺവെൽത്ത് ഗെയിംസിൽ. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒറ്റ കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേട്ടം എന്ന ബഹുമതി 3 അത്ലറ്റുകളുടെ പേരിലാണ്. അത്ലറ്റുകളുടെ പേരെന്ന് അറിഞ്ഞിരിക്കണം. ഓസ്ട്രേലിയയുടെ നിങ്ങൾക്കറിയാം ഇയാൻ തോർപ്പ്, സുസി ഒനീൽ, കാനഡയുടെ ഗ്രഹാം സ്മിത്ത്. ഓസ്ട്രേലിയയുടെ ഇയാൻ തോർപ്പ്, സുസി ഒനീൽ, കാനഡയുടെ ഗ്രഹാം സ്മിത്ത്. ഇനി ഈ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുതിയ ചില കായിക ഇനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അത് നിങ്ങൾക്കറിയാം. 3x3 ബാസ്കറ്റ് ബോള്, വീൽ ചെയർ ബാസ്കറ്റ് ബോള്, വനിതാ T20 ക്രിക്കറ്റ് എന്നീ ഇനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷമാണ് കോമൺവെൽത്ത് ഗെയിംസിലേക്ക് വീണ്ടും ക്രിക്കറ്റ് ഒക്കെ കടന്നു വന്ന 2022 കോമൺവെൽത്ത് ഗെയിംസിലാണ്. 1998 കൊലാലംപൂരിൽ നടന്ന, മലേഷ്യയിലെ കൊലാലംപൂരിൽ നടന്ന ഗെയിംസിലാണ് മുൻപ് ക്രിക്കറ്റ് ഉൾപ്പെട്ടിരുന്നത്. അന്ന് പുരുഷ ഏകദിന ഫോർമാറ്റിൽ നടന്ന മത്സരത്തിൽ അന്ന് ദക്ഷിണാഫ്രിക്കയായിരുന്നു 1998 ക്രിക്കറ്റ് മത്സരത്തിൽ കിരീടം സ്വന്തമാക്കുന്നത്. ഇനി ഇന്ത്യ ഇതിനകത്ത് ഓർത്തിരിക്കണം, നമുക്കറിയാം ഇന്ത്യക്ക് ഗ്ലാസ്ഗോ ഗെയിംസിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത്തവണ ഇന്ത്യക്ക് 32 അത്ലറ്റുകൾ, ഓർത്തിരിക്കണം 32 അത്ലറ്റുകളെ മാത്രമേ അയക്കാനായിട്ട് കഴിയുകയുള്ളൂ, 16 വനിതകളടക്കം. കാരണം ഇന്ത്യ മുൻപ് പങ്കെടുത്തിരുന്ന ക്രിക്കറ്റ്, ഹോക്കി, ഗുസ്തി, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ് തുടങ്ങിയ ഇനങ്ങളൊന്നും ഇത്തവണ മത്സര ഇനങ്ങളായിട്ട് എവിടെയില്ല. 2026 ഗ്ലാസ്ഗോ ഗെയിംസിൽ ഇല്ല. അതുകൊണ്ട് 16 വനിതകളടക്കം 32 അത്ലറ്റുകളാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാറ്റുരച്ചത്. അപ്പോൾ ഇതിനകത്ത് 32 അത്ലറ്റുകളാണ്, മത്സര ഇനങ്ങളല്ലേ പറഞ്ഞത്, 32 അത്ലറ്റുകളാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, ഇനി അടുത്ത കോമൺവെൽത്ത്, നമ്മൾ 2010 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചെന്ന് പറയുന്നത് 2030 കോമൺവെൽത്ത് ഗെയിംസ്. ഇപ്പോൾ 2026 കഴിഞ്ഞു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യയിലെ അഹമ്മദാബാദാണ്. ഇന്ത്യയിലെ അഹമ്മദാബാദാണ് 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. ഇനി 2026 നമ്മൾ കടക്കുന്നതിന് മുമ്പ് കുറച്ച്
ഇതുവരെയുള്ള 2022 കോമൺവെൽത്ത് ഗെയിംസ് വരെയുള്ളതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നോക്കിയിട്ട് 2026 ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യകാല പേര് എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആരാണ്? നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയക്കാരനായ റെവറൻ ആസ്ലി കൂപ്പറാണ്. നമ്മൾ പഠിച്ചതാണ്. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ കോലാലംപൂറാണ്. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം കോലാലംപൂർ. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയ രണ്ടാമത്തെ ഏഷ്യൻ നഗരം 2010 ഇന്ത്യയാണ്. ഓർത്തിരിക്കണം 2010 ഇന്ത്യയാണ് എന്തിന് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രണ്ടാമത്തെ ഏഷ്യൻ നഗരം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തവണ കോമൺവെൽത്തിന് വേദിയായ രാജ്യങ്ങൾ, ആദ്യമായിട്ട് കോമൺവെൽത്തിന്റെ വേദിയായ രാജ്യം കാനഡയാണെന്നറിയാം അല്ലെ. കാനഡയും ഓസ്ട്രേലിയയുമാണ് ഏറ്റവും കൂടുതൽ തവണ കോമൺവെൽത്തിന് വേദിയായ രാജ്യങ്ങൾ. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് 1934 ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ വെച്ചിട്ടാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ രാജ്യം 2022 വരെ ഓസ്ട്രേലിയ ആയിരുന്നു, 13. ഇപ്പോഴും ഓസ്ട്രേലിയയാണ് ജേതാക്കളായ 14 തവണയാണ് ഓസ്ട്രേലിയ ജേതാക്കളായത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെ ആരാണ്? റഷീദ് അൻവറാണ്. ഗുസ്തിയിലാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ 1958 മിൽഖ സിംഗ് ആണ്. അതുപോലെ തന്നെ ബോക്സിംഗിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ നിങ്ങൾക്കറിയാം മേരി കോം ആണ്. 2018 ഓസ്ട്രേലിയൻ കോമൺവെൽത്ത് ഗെയിംസിലാണ്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുത, മേരി കോം തുടർച്ചയായിട്ട് അതായത് 2018 2022 ഇപ്പോഴും സ്വർണം നേടി. തുടർച്ചയായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോക്സിംഗിൽ സ്വർണം നേടുന്ന താരമാണ് മേരി കോം. 2018 2022 ഇപ്പോൾ നടന്ന 2026 ഗ്ലാസ്ഗോ ഗെയിംസിലും തുടർച്ചയായി 3 തവണ സ്വർണം നേടി. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഇനി അതുപോലെ തന്നെ ജാവലിൻ ത്രോയിൽ ആദ്യ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണെന്നറിയാം. ടേബിൾ ടെന്നീസിൽ വനിതാ സിംഗിൾസിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യക്കാരി മണിക ബാത്രയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ബാഡ്മിന്റൺ വിഭാഗത്തിൽ 2 തവണ സ്വർണം നേടിയത് സൈന നെഹ്വാളാണ്. കോമൺവെൽത്തിൽ ഇതുവരെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കിയത് ഓർത്തിരിക്കണം ജസ്പൽ റാണയാണ്. ഷൂട്ടിങ്ങിലായിരുന്നു ജസ്പൽ റാണ. 15 മെഡലാണ് കരസ്ഥമാക്കിയത്. നമുക്കറിയാം ഈ ജസ്പൽ റാണ റീസെന്റ് ഡൽഹിയിൽ വെച്ചിട്ട് അല്ലെ, ജർമ്മനിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന, ജർമ്മനിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായി? ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടായി. ഡൽഹിയിൽ വെച്ചിട്ട് അദ്ദേഹം മരണമടഞ്ഞു. ജൂൺ 12 49-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഓർത്തിരിക്കണം, അദ്ദേഹം ഈ ജസ്പൽ റാണയാണ് ഷൂട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 15 മെഡലാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. 1993 മുതൽ 2006 വരെയുള്ള 4 പതിപ്പുകളിലായി ഇന്ത്യക്കായി അദ്ദേഹം 15 മെഡലൊക്കെ അദ്ദേഹം വാരിക്കൂട്ടിയത്. മികച്ച പരിശീലകനൊക്കെ ആയിരുന്നു അല്ലെ. 2024 ഒളിമ്പിക്സിൽ നമുക്കറിയാം ചരിത്രപരമായ 2 വെങ്കല മെഡലുകൾ നേടിയ മനു ഭാക്കറിന്റെ മുഖ്യ പരിശീലകനായിരുന്നു ആരുടെ? ഈ ജസ്പൽ റാണ. 2020 അദ്ദേഹത്തിന് കോച്ചിങ് രംഗത്തെ മികച്ച സംഭാവനകൾക്ക് ദ്രോണാചാര്യ അവാർഡൊക്കെ ലഭിച്ചിരുന്നു. നമുക്കറിയാം മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമൊക്കെ ഉണ്ടാവുകയും ഡൽഹിയുടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ബാബു ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി നമ്മൾ പറഞ്ഞു ഓൾറെഡി. അതിനെക്കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയാണ്. 2030 ഇന്ത്യയിലെ അഹമ്മദാബാദുമാണ്. ഇനി നമ്മൾ 2026 പതിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ, പുതിയ കോമൺവെൽത്ത് ഗെയിംസിന്റെ പതിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ നഗരത്തില് 2026 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെ നടന്നത്. യഥാർത്ഥത്തില് ഓസ്ട്രേലിയ ആതിഥേയത്വം വഹിക്കേണ്ട കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു 23ാമത്.
കോമൺവെൽത്ത് ഗെയിംസ്. സാമ്പത്തിക കാരണങ്ങളാൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ആതിഥേയത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ പിന്മാറിയതിനെ തുടർന്നാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്നത്. മത്സരങ്ങൾ വളരെ ചെലവ് കുറച്ചും പരിമിതങ്ങളായ ഇനങ്ങളോടുകൂടിയാണ് സംഘടിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത് എഡിഷനാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആയിരുന്നു വേദി. 23 ജൂലൈ മുതൽ 2 ഓഗസ്റ്റ് വരെ ആയിരുന്നു. അതേപോലെ അംഗസംഘടനകൾ 74 കോമൺവെൽത്ത് ഗെയിംസ് അസോസിയേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. മത്സര ഇനങ്ങൾ 10, കായിക ഇനങ്ങളാണ്. ആകെ മെഡൽ ഇനങ്ങൾ 215 ആണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. മത്സര ഇനങ്ങൾ 10, കായിക ഇനങ്ങളും ആകെ മെഡൽ ഇനങ്ങൾ 215 ആണ്. ഉൾപ്പെടുത്തിയ പ്രധാന കായിക ഇനങ്ങളാണ് അത്ലറ്റിക്സ്, നീന്തല്, സൈക്ലിങ്, ബോക്സിങ്, ജൂഡോ, ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്, നെറ്റ്ബോള്, 3x3 ബാസ്കറ്റ്ബോൾ, ലോൺ ബോൾസ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് തുടങ്ങിയ. അപ്പോൾ ഇനി ഇതിനകത്ത് മെഡൽ പട്ടികയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 1ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ്. 187 മെഡലാണ് കരസ്ഥമാക്കിയത്. ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഗ്ലാസ്ഗോ ഗെയിംസിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി. അപ്പോൾ 30ആയി. ബാക്കിയുള്ള 9 വെങ്കല 9 ആണ്. 39 മെഡലാണ് ഇന്ത്യ കരസ്ഥമാക്കി. അപ്പോൾ 1 ഓസ്ട്രേലിയ 187 മെഡല്, 2 ഇംഗ്ലണ്ട് 135 മെഡല്, 3 കാനഡ. ഇന്ത്യ 4ാം സ്ഥാനത്ത് 39 മെഡലാണ്. അതിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം എന്ന് പറയുന്നത്. ഫൈനൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ് റാങ്കിങ്ങിൽ ഉള്ളത്. ആകെ മെഡലുകൾ 39 ആണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 39 മെഡലുകൾ കരസ്ഥമാക്കി ആരൊക്കെയാണ് ഈ 39 മെഡലുകൾ കരസ്ഥമാക്കിയത്? ഈ 13 സ്വർണം നേടിയത് ആരൊക്കെ? 17 വെള്ളി നേടിയത് ആരൊക്കെ? വെങ്കലം കരസ്ഥമാക്കിയത് ആരൊക്കെ? ഇവരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം എക്സാമിന് അവരെ കുറിച്ച് ചോദിക്കും. അവർ ഏത് ഇനങ്ങളിലാണ് പങ്കെടുത്തത്, അതുപോലെ തന്നെ അതിന്റെ എത്ര ഏത് ഈവന്റിലാണ് പങ്കെടുത്തത്, അതുപോലെ എത്ര കിലോഗ്രാം ഭാരത്തിലാണ് പങ്കെടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ. പാരാ അത്ലറ്റിക്സും കൂടെ ചേർത്തിട്ടാണ് ഇത്. പാരാ അത്ലറ്റിക്സും കൂടെ ഉൾപ്പെട്ടാണ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആദ്യം മെഡൽ കരസ്ഥമാക്കിയത് ആരാണെന്നറിയാം. അത് നമുക്ക് പാരാ ഗെയിംസിലൂടെയാണ്. അത് ആരാണെന്നൊക്കെ നമ്മൾ പഠിക്കണം. അതിലേക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിന്റെ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ചിഹ്നത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഔദ്യോഗിക മസ്കോട്ട് അല്ലെ, ആ മസ്കോട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോമൺവെൽത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പതാക വാഹകരാരൊക്കെയായിരുന്നു. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ആരൊക്കെയാണെന്നൊക്കെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്സുമായിട്ട് നാളെ കണ്ടുമുട്ടാം. ഓരോ കോമൺവെൽത്ത് വിജയികളെക്കുറിച്ചും അതിൻ്റെ ഔദ്യോഗിക മാസ്കട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എക്സാമിന് ഷുവർ ആയിട്ടുണ്ടാവും. ഒരുപാടാവുമ്പോഴത്തേനും നിങ്ങൾക്ക് അത്രയും 39 പേരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേനും ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചില പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവരൊക്കെ ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചിരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അവരുടെ വിഭാഗം, ഇപ്പം ഗുസ്തിയാണോ അതോ ബോക്സിംഗ് ആണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അവർ ഏത് വിഭാഗത്തിൽ മത്സരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. കാരണം പ്രസ്താവന തരത്തിലൊക്കെ ഇത് ഉൾപ്പെടാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.